മോഹൻലാലുമായി എന്തെങ്കിലും പ്രശ്നം? എൻ്റെ ഗീതം എന്ന പടത്തിൽ മോഹൻലാൽ ഉണ്ടായിരുന്നു. അതൊരു വലിയ സീനാണ്. അത് 3-4 സീനേ ഉള്ളൂ. അതിൽ സംഭവം എന്ന് വെച്ചാൽ ഒരു മോഹൻലാലിൻ്റെ കുട്ടിയെ മമ്മൂട്ടി എന്ന കഥാപാത്രമാണ് എടുത്ത് വളർത്തുന്നത്. അപ്പോൾ മമ്മൂട്ടി സ്വന്തം മോനെ പോലെ വളർത്തണം. ഗീത ഡബിൾ റോളാണ്. അപ്പം മമ്മൂട്ടി തന്നെ പറഞ്ഞു, ഇപ്പോൾ ഞാൻ യതീന്ദ്രൻ എന്ന കഥാപാത്രം ഇപ്പോൾ നാടകത്ത് അതേപോലെ ഞാൻ ഈ ഒരു കുട്ടിയെ എടുത്ത് വളർത്തുന്നത് ഒത്തിരി പേരുള്ളൊരു ആളിൻ്റെ കുട്ടിയായിട്ടുള്ള ആളിൻ്റെ നടനായിട്ടുള്ള അഭിനയിക്കുന്ന ആളിൻ്റെ കുട്ടിയാണെങ്കിൽ ഒന്ന് തിരിച്ച് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുന്നതിലൊരു അർത്ഥമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ സെഞ്ചുറി കൊച്ചുമോൻ എന്ന് പറഞ്ഞ ആൾ എൻ്റെ സുഹൃത്തും കൂടെയാണ് ഈ നമ്മുടെ മോഹൻലാലും. അത് കോട്ടയത്ത് ഷൂട്ടിംഗ് നടക്കുക. അപ്പോൾ ഞാൻ സ്വാമിയോട് പറഞ്ഞു, സ്വാമി മമ്മൂട്ടിയുടെ ഒരു ആഗ്രഹവും നമ്മുടെ ഒരു ആഗ്രഹമാണ്, നമുക്ക് മോഹൻലാലിനെ ഒന്ന് കോൺടാക്ട് ചെയ്താലോ. അപ്പോൾ സ്വാമി പറഞ്ഞു, 4 സീനിലൊക്കെ മോഹൻലാൽ, ഞാൻ സ്വാമി ഇത് വലിയ റോളല്ലേ 4 സീനെങ്കിലും. അത് മാത്രമല്ല മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നത് ഒരു ഈക്വലി നല്ലൊരു വലിയ ആർട്ടിസ്റ്റിൻ്റെ അഭിനയിക്കുന്ന ആളിൻ്റെ കുട്ടിയായിട്ടാണെങ്കിൽ ശരിയാണ് മമ്മൂട്ടിയുടെ സജഷൻ. അങ്ങനെ ഞങ്ങൾ മമ്മൂട്ടി കോട്ടയത്ത് പോയി ലാലിനോട് പറഞ്ഞു, ലാലിന് ഇഷ്ടമായി. അങ്ങനെ അതായത് അദ്ദേഹം അവസാനം സമ്പത്തില്ലാത്ത കാലത്ത് ഈ കുട്ടിയെ ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് അമേരിക്കയിലൊക്കെ പോയി പണം കൊണ്ടായി സ്വന്തം മോനെ തിരിച്ചു ചോദിക്കാൻ വരികയാണ്. മമ്മൂട്ടി കൊടുക്കില്ല. എന്ത് ന്യായമുള്ളത്? സ്വന്തം കുട്ടിയെ ചോദിച്ചാൽ കൊടുക്കാത്തത് ന്യായം. ഇനി അടുത്ത് മമ്മൂട്ടിയുടെ ഭാഗത്ത് ചോദിക്കണമെങ്കിൽ ഇവനെന്ത് അധികാരം എൻ്റെ ഈ കുട്ടിയെ തിരിച്ചു ചോദിക്കാൻ? അന്ന് ഒന്നുമില്ലാത്ത സമയത്ത് ഒരു പെണ്ണിനെ പിഴപ്പിച്ചിട്ട് കൊച്ചിനെ കളഞ്ഞിട്ട് പോയ അവനെ നോക്കി ഞാനല്ലേ, ഇപ്പം എൻ്റെ കുട്ടിയെ പോലെ അവനെ കൊടുക്കില്ല. അപ്പോഴേ 2 ഈക്വലി വെയിറ്റുള്ള 2 കഥാപാത്രങ്ങളാണ്. അപ്പോഴങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ ഒരു രസകരമായ സംഭവം ഉണ്ടായിരുന്നു. പോകാൻ നേരത്ത് മോഹൻലാൽ ഒരു കുപ്പി എടുത്ത് വെച്ചിട്ട് പറയും, അത് ദേഷ്യം കഴിഞ്ഞിട്ടിരിക്കുമ്പോഴത്തേക്ക് നല്ല മൂഡ് നല്ല ഒക്കേഷനിൽ നിന്ന് കഴിക്കാൻ പറയും. അപ്പോൾ മമ്മൂട്ടി എറിഞ്ഞ് ഉടയ്ക്കണം. അപ്പോൾ എന്താ വെച്ചാൽ കോട്ടയത്ത് നിന്ന് രാവിലെ 5 മണിക്കാണ് മോഹൻലാൽ ഇവിടെ എറണാകുളത്ത് അഭിനയിക്കാൻ വരുന്നത്. മമ്മൂട്ടി പനമ്പള്ളി നഗർന്ന് വന്നാൽ മതി. ഇത് 60-65 ഷോട്ടുകളുള്ള സീനാണിത്. നല്ല സീനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ എല്ലാ സീനും കമ്പൈൻ വേണ്ടല്ലോ, ഒരു 4-5 മിഡ് ഷോട്ട് മതിയല്ലോ, അത് മാത്രം മതി. അപ്പോൾ അതുപോലെ മമ്മൂട്ടിയും മോഹൻലാലും കൂടെയുള്ള ഒരു മിഡ് ഷോട്ട് 4 മതി എനിക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മോഹൻലാലിന് വരുമ്പോഴത്തേക്ക് മോഹൻലാലിൻ്റെ ക്ലോസപ്സ് ഒക്കെ എടുക്കും. പിന്നെ കുറേ സജഷൻ ഷോട്ടുണ്ട്. സജഷൻ ഷോട്ടെന്നൊക്കെ അറിയാമല്ലോ. പോട്ടെ. അപ്പോൾ അങ്ങനെ ഒരു 10 ഷോട്ട് മതി. 60-70 ഷോട്ടിൽ ഒരു 10 ഷോട്ട് മതി ഇങ്ങനെ നമ്മൾ അടുത്ത് ഉള്ളെന്നുള്ളത്. അപ്പം ഈ കുപ്പിയൊക്കെ എടുത്ത് വെക്കുന്നതെന്ന് മമ്മൂട്ടി ഉള്ളപ്പോഴല്ല ഞാൻ എടുത്ത് വെച്ചിരുന്നത് ആ മേശപ്പുറത്ത്. അത് നമ്മൾ ക്യാമറ പകുതി വെച്ചിട്ട് ആളുള്ള രീതിയിൽ നമ്മൾ വയ്ക്കും. അങ്ങനെ മമ്മൂട്ടി ഷോട്ട് എടുക്കുമ്പോൾ മമ്മൂട്ടി ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു, എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഇത് ഇങ്ങനെ സംഭവമാണ്. ഞാൻ പറഞ്ഞ അത് ഇങ്ങനെ ഒരു നല്ല ഒക്കേഷനിൽ ഉപയോഗിക്കാമെന്നോട്ട്. എന്തിന്? അത് വേണ്ട. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ട് അവസാനം ഞാൻ അറിഞ്ഞുടയ്ക്കുമ്പോൾ മമ്മൂട്ടി അവൻ തിരിഞ്ഞു നോക്കിയിട്ട് നോ ഇറ്റ് ഈസ് ടു ബാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ട് എന്തായാലും ആ ഒറ്റ ഷോട്ട് മതിയല്ലോ. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ലാല് ഡേറ്റ് തന്നത്. നല്ല സംഭവം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ മമ്മൂട്ടി വെറുപ്പിച്ചിട്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ലാലിനെ വെറുപ്പിക്കാൻ പറ്റില്ല. ലാല് അഭിനയിച്ചിട്ട് പോയി. അപ്പോൾ പിന്നെ എന്ത് ചെയ്ത് അത് ആ കുപ്പിയെ കടന്ന് മാറ്റി. അത് നമ്മൾ എഡിറ്റിങ്ങിൽ വേണ്ടല്ലോ, നമ്മളറിയാമല്ലോ, കുഴപ്പമില്ല മമ്മൂട്ടി എന്ന് പറഞ്ഞു. ഡബ്ബിങ് സമയത്ത് ലാല് ചോദിച്ചു, അല്ല ആ കുപ്പി എടുത്തിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് നോ ഇറ്റ് ഈസ് ടു ബാഡ് എന്ന് പറയുന്നതൊക്കെ ആ ഷോട്ടൊക്കെ എവിടെ? എനിക്കിത് മുഴുവൻ പറയാൻ പറ്റുമോ? ഞാൻ ധർമ്മസങ്കടത്തിലായിപ്പോയി. ഞാൻ പറഞ്ഞു അതില്ല. അപ്പോൾ മമ്മൂട്ടിക്ക് അപ്പം മോഹൻലാലിൻ്റെ മനസ്സിലായി, ഓ ശരി ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് ചുരുക്കം പറഞ്ഞാൽ എനിക്ക് മമ്മൂട്ടിയും ഇല്ല മോഹൻലാലും ഇല്ലാതായിപ്പോയി. ഒടുവിൽ പടം ഡബ്ബിങ്ങെല്ലാം കഴിഞ്ഞിട്ട് ലാലൊരു വാക്ക് പറഞ്ഞിട്ട് പോയി. അത് പിന്നീട് ലാൽ മറന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ തമ്മിൽ ഇനിയൊരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഇത് ഞാൻ മമ്മൂട്ടി പറയാൻ പറ്റുമോ? സ്വാമിയെടുത്ത് പറഞ്ഞു ഞാൻ. അപ്പോൾ സ്വാമി പറഞ്ഞാൽ കരിയറിനെ ബാധിച്ചിട്ടുണ്ടോ എൻ്റെ? അതായത് കരിയറിനെ ബാധിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ലാലിനെ പിന്നെ 1-2 പടത്തിലേക്ക് ഞാൻ വിളിച്ചിട്ട് ലാല് ഡേറ്റൊന്നും ഇല്ല. ലാല് പറയുന്ന ഒരു പ്രത്യേക രീതിയിലേ പറയുള്ളൂ. എനിക്കിപ്പോൾ ആ വർക്കുണ്ട് ഈ വർക്കുണ്ട്. അപ്പോൾ നമുക്കറിയാം അന്ന് പറഞ്ഞിട്ട് അതറിയാം പുള്ളി കാര്യം. ഇനിയിപ്പോൾ ചെയ്തുവിടാമെന്നില്ല. പിന്നെ മമ്മൂട്ടി എന്നോടൊപ്പം പിന്നീട് എന്നോട് എത്ര സിനിമയിൽ അഭിനയിച്ചു. ലാലിന് വിഷമമുണ്ടായിട്ടുണ്ടാവും. കാരണം ഇത്രയും രാവിലെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് വന്ന് അഭിനയിച്ചിട്ട് ഇങ്ങനെ നല്ല തിയേറ്ററിൽ നിന്ന് കയ്യടി കിട്ടേണ്ട ഒരു സംഭവത്തിന് ഡയറക്ടർ വെട്ടി മാറ്റി എന്നൊക്കെ പറയുമ്പോൾ ആർക്കാണ് വിഷമം തോന്നാം. പക്ഷേ ഇപ്പോൾ പിന്നീട് എൻ്റെ ഈ പണ്ട് നാനയിലൊക്കെ വ്യക്തമായിട്ട് എഴുതി. പിന്നീട് ഞാൻ എത്ര പ്രാവശ്യം ലാലിനെ കണ്ടു,
ഡേറ്റും ചോദിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതൊരു പിണക്കായിട്ടല്ല, എങ്കിലും ആ സമയത്ത് ഇത്തിരി വിഷമമുണ്ടായ കാര്യങ്ങളാണ്.